2021 മെയ് 1 തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ ആമസോൺ മഴക്കാടുകൾക്ക് മുകളിലൂടെ ഒരു ചെറുവിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിമാനത്തിനകത്ത് പൈലറ്റും കോ പൈലറ്റും ഉൾപ്പെടെ പാസഞ്ചേഴ്സായി മാഗ്ഡലീന എന്ന 33 വയസ്സുകാരിയും അവരുടെ 4 മക്കളായ 13 വയസ്സുള്ള ലെസ്ലി എന്ന പെൺകുട്ടി, 9 വയസ്സുള്ള സൊലനി, 4 വയസ്സുള്ള ടിയാൻ, 11 മാസം മാത്രം പ്രായമുള്ള ക്രിസ്റ്റീൻ എന്നിങ്ങനെ 7 പേരാണ് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നത്. കൊടും കാടിന് മുകളിലൂടെയുള്ള ആ യാത്രയിൽ പെട്ടെന്നാണ് ആ ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഫെയിലിയർ ആയത്. ഫ്ലൈറ്റിന്റെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന് പൈലറ്റിന് മനസ്സിലായതോടെ അദ്ദേഹം എമർജൻസി ലാൻഡിങ്ങിന് പറ്റിയ സ്ഥലം നോക്കാൻ തുടങ്ങി. അതിനോടകം തന്നെ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിങ്ങിന് തയ്യാറെടുക്കുകയാണ് എന്ന് തൊട്ടടുത്തുള്ള കൺട്രോൾ ടവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് താഴെ ഒരു ചെറിയ നദി പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ നദിയിലൂടെ സ്ലൈഡ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ സാധിച്ചാൽ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള എമർജൻസി വാട്ടർ ലാൻഡിങ്ങിന് പറയുന്ന പേരാണ് ഡിച്ചിങ്. തങ്ങൾ ഡിച്ചിങ്ങിന് തയ്യാറെടുക്കുകയാണെന്ന് പൈലറ്റ് കൺട്രോൾ റൂമിലേക്ക് വിവരം നൽകിയതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ആ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. പൈലറ്റിന് ആ നദിയിലേക്ക് ഫ്ലൈറ്റ് ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ആ നദിയുടെ നീളം പൈലറ്റ് പ്രതീക്ഷിച്ചതിലും കുറവായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലൈറ്റ് ആ നദിയും കടന്ന് മുന്നിലുള്ള മരങ്ങളിലെല്ലാം തട്ടി തലകുത്തനെ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. വിമാനത്തിൽ നിന്നുമുള്ള സിഗ്നലുകൾ മുഴുവൻ നഷ്ടമായതോടെ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ആയിട്ടുണ്ടാവുമെന്ന് കൺട്രോൾ റൂമിലുള്ളവർക്ക് മനസ്സിലായി. ആ വിമാനത്തിലുള്ള യാത്രക്കാരെ രക്ഷിക്കുന്നതിനായി കൊളംബിയൻ സർക്കാർ ഒരു റെസ്ക്യൂ സംഘത്തെ തിരച്ചിലിനിറക്കുന്നു. കൊളംബിയൻ ആർമിയിലെ അംഗങ്ങളായിരുന്നു ആ റെസ്ക്യൂ സംഘത്തിലുണ്ടായിരുന്നത്. 2 ആഴ്ചയോളം തുടർച്ചയായി രാത്രിയും പകലും തിരച്ചിൽ നടത്തിയതിനു ശേഷം മെയ് 16 റെസ്ക്യൂ ടീമിന് ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചത്. അവിടെ നിന്നും പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും അതുപോലെ മാഗ്ഡലീനയുടെയും ഡെഡ് ബോഡികൾ അവർ കണ്ടെത്തി. എന്നാൽ ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. അവരുടെ ഡെഡ് ബോഡികളൊന്നും ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലത്തു നിന്നും ലഭിക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപക്ഷെ ജീവനോടെ ഉണ്ടാവാമെന്നുള്ള നേരിയ പ്രതീക്ഷ റെസ്ക്യൂ ടീമിനുണ്ടായിരുന്നു. അതുവരെ ഇത് വെറുമൊരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ന്യൂസ് ആയിരുന്നു. ഈ ഒരു സംഭവത്തിൽ കുട്ടികളെല്ലാം സർവൈവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞതോടെ ഇത് വലിയ ജനശ്രദ്ധ നേടിയ ന്യൂസായി മാറി. ആ 4 കുട്ടികളും ജീവനോടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നുവെങ്കിലും അവർ അവിടെ നിന്നും എവിടേക്ക് പോയി എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവരുടെ ഫ്ലൈറ്റ് ക്രാഷ് ആയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റായ ആമസോൺ കാടുകളിലാണ്. 5.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ആ കൊടും കാട്ടിലെവിടെയോ ആണ് ആ 4 കുട്ടികളുള്ളത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് പോലും ആ കൊടും കാടിനകത്ത് സർവൈവ് ചെയ്യുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ 4 ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ആ കാടിനകത്ത് സർവൈവ് ചെയ്യുന്നത്? കൊടും വിഷമുള്ള പാമ്പുകളും പ്രാണികളും വന്യമൃഗങ്ങളുമുള്ള ആ കാടിനകത്ത് 11 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെയും വെച്ച് അവർ എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിച്ചിട്ടുണ്ടാവുക. 2023 ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സർവൈവൽ സ്റ്റോറിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. മാഗ്ഡലീനയും അവരുടെ ഭർത്താവ് മാനുവലും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആമസോണിനോട് ചേർന്ന് കിടക്കുന്ന അരാരക്കുവേര എന്ന ഫോറസ്റ്റ് വില്ലേജിൽ തന്നെയായിരുന്നു അവർ ജനിച്ചു വളർന്നതെല്ലാം. മാനുവലിന് അവരുടെ ഗ്രാമത്തിന് പുറത്തുള്ള ചില ലോക്കൽ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവിടെയുള്ള റബൽ ഗ്രൂപ്പിന്, അതായത് ഒരു വിമത സംഘടനയ്ക്ക് വിവരം ലഭിച്ചു. അവർ ഗവൺമെന്റിനെതിരായി പ്രവർത്തിച്ചിരുന്ന വിമത സംഘടനയാണ്. കാടിനകത്തെ ഒളിത്താവളങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ പക്കൽ ധാരാളം ആയുധങ്ങളുണ്ടായിരുന്നു. മാനുവലിന് പൊളിറ്റിക്കൽ ലീഡേഴ്സുമായുള്ള അടുപ്പം മനസ്സിലാക്കിയത് മുതൽ ആ വിമത സംഘടന മാനുവലിനെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. ഇതോടെ അരാരക്കുവേരയിൽ താമസിക്കുന്നത് തന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ മാനുവൽ കൊളംബിയയുടെ തലസ്ഥാനമായ ബൊഗോട്ടയിലേക്ക് താമസം മാറ്റി. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം അരാരക്കുവേരയിൽ തന്നെയായിരുന്നു. ബൊഗോട്ടയിലെത്തിയ മാനുവലിന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ കുടുംബത്തെ കാണണമെന്ന ആഗ്രഹമുണ്ടായി. എന്നാൽ അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിന്റെ വില്ലേജിലേക്ക് പോവാൻ ഭയമായിരുന്നു. ഇതോടെ കുടുംബത്തെ ബൊഗോട്ടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഒരു ചെറുവിമാനം അറേഞ്ച് ചെയ്തു. അങ്ങനെ മാഗ്ഡലീനയെയും കുട്ടികളെയും കൊണ്ട് ആ ചെറുവിമാനം അരാരക്കുവേരയിൽ നിന്നും ബൊഗോട്ടയിലേക്ക് വരുന്ന വഴിയാണ് ഈ അപകടം നടന്നത്. ഫ്ലൈറ്റ് ക്രാഷിൽ കുട്ടികൾ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കൊളംബിയൻ ഗവൺമെന്റ് അവരെ കണ്ടുപിടിക്കാനായി ആർമിയെ രംഗത്തിറക്കി.
അങ്ങനെ 150ഓളം ആർമി ഉദ്യോഗസ്ഥരും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള 10ഓളം സ്നിഫർ ഡോഗ്സും സെർച്ചിംഗ് ടീമിന്റെ കൂടെ തിരച്ചിൽ ആരംഭിച്ചു. കൊളംബിയൻ ഗവൺമെന്റ് ഈ ഓപ്പറേഷന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഈ സെർച്ചിംഗ് ടീമിന്റെ കൂട്ടത്തിൽ ലോക്കൽ ട്രൈബൽ വില്ലേജിലെ 200 യുവാക്കളും ചേർന്നതോടെ തിരച്ചിൽ ഊർജിതമായി. ട്രൈബൽ വില്ലേജിലെ ആളുകൾക്ക് കാടിനകത്ത് ആ കുട്ടികൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ കാടിനകത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വന്യമൃഗങ്ങളുണ്ട്. കൊടും വിഷമുള്ള പാമ്പുകളും തേളുകളും പോരാത്തതിന് പലതരം രോഗങ്ങൾ പരത്തുന്ന പ്രാണികളും കൊതുകുകളും ഉൾപ്പെടെ ആ കുട്ടികളുടെ ജീവന് വെല്ലുവിളിയാണ്. ഇതിനെല്ലാം പുറമെ ഡ്രഗ്സ് മാഫിയ ഒരു വശത്തും റബൽ സംഘങ്ങൾ മറ്റൊരു വശത്തും. ഇവർക്കെല്ലാം ആമസോൺ കാടുകൾക്കകത്ത് ഒളിസങ്കേതങ്ങളുണ്ട്. ആയുധങ്ങളുമായി അവരവിടെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അവരുടെ നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ആ സംഘത്തിലുള്ളത്. ഇത്തരം പ്രതിസന്ധികളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആമസോൺ മഴക്കാടുകൾക്കുള്ളിലാണ് തിരച്ചിൽ സംഘം 2 ആഴ്ചത്തോളം തിരച്ചിൽ നടത്തി ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലം കണ്ടെത്തിയത്. ആ ഫ്ലൈറ്റ് ക്രാഷായി വീണുകിടക്കുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് കുട്ടികളുടെ കാൽപ്പാടുകൾ കാണാമായിരുന്നു. സെർച്ചിംഗ് ടീം ആ കാൽപ്പാടുകൾ പിന്തുടർന്നാണ് തിരച്ചിൽ തുടങ്ങിയത്. എന്നാൽ ഏതാനും മീറ്ററുകൾ പിന്നിട്ടപ്പോഴേക്കും ആ കാൽപ്പാടുകൾ അപ്രത്യക്ഷമായി. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികൾക്കും വലിയ വലിയ മരങ്ങൾക്കുമിടയിലൂടെ കാൽപ്പാടുകൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ആ കുട്ടികൾ ഏത് ദിശയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് തിരച്ചിൽ സംഘത്തിന് ഒരു പിടിയുമില്ലാതായി. ആ ഫ്ലൈറ്റ് യാത്ര തുടങ്ങുന്നതിന് മുൻപ് മഗ്ഡലീന കുറച്ച് ധാന്യപ്പൊടികൾ കയ്യിൽ കരുതിയിരുന്നു. എന്നാൽ ആ ധാന്യപ്പൊടികളൊന്നും ഫ്ലൈറ്റ് ക്രാഷായി കിടക്കുന്ന സ്ഥലത്ത് കാണാനില്ല. ഇതിൽ നിന്നും കുട്ടികൾ ആ ധാന്യപ്പൊടികൾ എടുത്തിട്ടുണ്ടാവുമെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും അതുകൊണ്ട് ഈ 4 കുട്ടികൾക്ക് ഏറി വന്നാൽ ഒരാഴ്ചത്തേക്ക് മാത്രമേ വിശപ്പടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ധാന്യപ്പൊടികൾ തീർന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായും ആ കാടിനകത്തുള്ള കായ്കളും പഴങ്ങളുമെല്ലാം പറിച്ചു തിന്നാൻ ശ്രമിക്കും. ആ കാടിനകത്ത് വിഷങ്ങളുള്ള ധാരാളം പഴങ്ങൾ കണ്ടുവരാറുണ്ട്. അതെങ്ങാനും ആ കുട്ടികൾ പറിച്ചു കഴിച്ചാലും അവരുടെ ജീവൻ അപകടത്തിലാവും. ഉദ്യോഗജനകമായ മണിക്കൂറുകളിലൂടെയാണ് സെർച്ചിംഗ് ടീം കടന്നുപോയത്. ആമസോൺ കാടിനകത്ത് തിരച്ചിൽ നടത്തുന്നത് അവർക്ക് തന്നെ ദുഷ്കരമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് ആ 4 കുട്ടികളും ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്കെത്താൻ തിരച്ചിൽ സംഘം പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സെർച്ചിംഗ് ടീമിന് ഫ്ലൈറ്റ് ക്രാഷായ സ്ഥലത്ത് നിന്നും 1/2 കിലോമീറ്റർ മാറി ഒരു ഡയപ്പറാണ് ആദ്യം ലഭിച്ചത്. ഇത് അവർക്ക് പ്രതീക്ഷകൾ നൽകി. ശരിയായ ദിശയിലൂടെയാണ് തങ്ങൾ പോകുന്നത് എന്നുള്ള വിശ്വാസം തിരച്ചിൽ സംഘത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നീട് ഒരു ടവൽ, മൊബൈൽ കവർ, ഫീഡിംഗ് ബോട്ടിൽ ഇങ്ങനെ ധാരാളം സാധനങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഇവയുടെയെല്ലാം കാലപ്പഴക്കം വെച്ച് ഇതെല്ലാം തന്നെ ഒരാഴ്ചയ്ക്ക് മുൻപ് ഉപേക്ഷിക്കപ്പെട്ടതാണ് എന്ന് സെർച്ചിംഗ് ടീമിന് മനസ്സിലായി. അവർ ആ ദിശയിൽ തന്നെ തിരച്ചിൽ ഊർജിതമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പോകുന്ന വഴിയിൽ ലെസ്ലിയുടെ ഹെയർ ബാൻഡും പകുതി കഴിച്ച് ഉപേക്ഷിച്ച പഴങ്ങളുമെല്ലാം ലഭിച്ചത് വീണ്ടും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും തങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക് എത്തിത്തുടങ്ങിയെന്ന് സെർച്ചിംഗ് ടീമിന് തോന്നാൻ തുടങ്ങി. എന്നാൽ ആ കുട്ടികൾ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ആശങ്കയുണ്ടാക്കി. കാരണം അവരുടെ കയ്യിലുള്ള ധാന്യപ്പൊടികളെല്ലാം തീർന്നിരിക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ കാട്ടിലെ വിഷമുള്ള പഴങ്ങൾ കഴിക്കാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതായുണ്ട്. സെർച്ചിംഗ് ടീം അവരുടെ പ്രവർത്തന രീതി വിപുലമാക്കി. 10ഓളം ഹെലികോപ്റ്ററുകൾ രംഗത്തിറങ്ങി. ഭക്ഷണപ്പൊതികളും വെള്ളക്കുപ്പികളും ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെ കാടിന്റെ പല ഭാഗത്തായി വിതറി. ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന വലിയ വലിയ മരങ്ങളടങ്ങിയ ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ നിന്നും നോക്കിയാൽ താഴെയുള്ളത് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ കാര്യമായ ഫലം കാണില്ല. സെർച്ചിംഗ് ടീം നിർത്താതെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേസമയം തുടർച്ചയായുള്ള മഴയും മഞ്ഞുമെല്ലാം അവരുടെ തിരച്ചിലിന് പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. ആ കൊടും കാടിനകത്തുകൂടി കുറച്ചു ദൂരം മുന്നോട്ട് പോവാൻ പോലും മണിക്കൂറുകൾ വേണമായിരുന്നു. സെർച്ചിംഗ് ടീം തിരച്ചിൽ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിലെല്ലാം ആ കുട്ടികളും ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് മനസ്സിലാക്കിയ സെർച്ചിംഗ് ടീം ആ കുട്ടികൾക്കറിയാവുന്ന സ്പാനിഷ് ലോക്കൽ ലാംഗ്വേജിൽ സർവൈവൽ ടിപ്സ് അടങ്ങിയ 10,000 നോട്ടീസുകൾ പ്രിന്റ് ചെയ്ത് ആ വനത്തിനകത്തെ പല ഭാഗങ്ങളിലും ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ ഈ നോട്ടീസുകളെല്ലാം വിതരാൻ തുടങ്ങി. ആ നോട്ടീസുകളിൽ ഒരെണ്ണമെങ്കിലും ആ കുട്ടികളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആ നോട്ടീസിലെ സർവൈവൽ ടിപ്സ് ഉപകാരപ്പെടും. ഇതിനു പുറമെ സെർച്ചിംഗ് ടീം നിങ്ങളെ സഹായിക്കാനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ കുട്ടികളുടെ ഗ്രാൻഡ് മദറിനെ വെച്ച് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ആ ഓഡിയോ ഹെലികോപ്റ്ററിൽ ലൗഡ് സ്പീക്കറിൽ വെച്ച് ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു.
സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചുള്ള പരിശോധനകളും നടന്നു. ആ കുട്ടികളെ ജീവനോടെ കണ്ടെത്തുന്നതിനായി കൊളംബിയൻ സർക്കാർ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം പുറമെ ട്രൈബൽ വില്ലേജുകളിൽ ആ കുട്ടികളെ ജീവനോടെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ വരെ സംഘടിപ്പിക്കാൻ തുടങ്ങി. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. അങ്ങനെ ജൂൺ 9 വെള്ളിയാഴ്ച, അതായത് കുട്ടികൾ മിസ്സിംഗായി 40-ാം നാൾ സെർച്ചിംഗ് ടീം ലക്ഷ്യത്തിലെത്തി. മരക്കൊമ്പുകളും ഇലകളും കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു കൂടാരത്തിന് മുന്നിൽ സെർച്ചിംഗ് ടീം എത്തിപ്പെട്ടു. ആ കൂടാരത്തിനകത്ത് വെച്ച് ഈ 4 കുട്ടികളെയും ജീവനോടെ കണ്ടപ്പോൾ സെർച്ചിംഗ് ടീമിനുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തങ്ങൾ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്റ്റാവോ പെട്രോ ട്വീറ്റ് ചെയ്തപ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ സന്തോഷിച്ചു. കുട്ടികൾ 4 പേരും ഭക്ഷണവും വെള്ളവും കിട്ടാതെ വളരെയധികം ക്ഷീണിച്ചിരുന്നു. കുറച്ച് ദിവസത്തേക്ക് അവർക്ക് ലിക്വിഡ് ഫുഡ് മാത്രമാണ് കൊടുത്തിരുന്നത്. പോരാത്തതിന് അവരുടെ ശരീരത്തിൽ ചെറിയ ചെറിയ പരുക്കുകളും പ്രാണികളും അട്ടകളും കടിച്ച മുറിവുകളും കാണാമായിരുന്നു. ഉടനെ തന്നെ അവരെ ബൊഗോട്ടയിലെ ഹോസ്പിറ്റലിലെത്തിച്ച് ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മിഷനിൽ പങ്കെടുത്ത 10ഓളം സ്നിഫർ ഡോഗുകളിൽ വിൽസൺ എന്നു പേരുള്ള ഒരു സ്നിഫർ ഡോഗിനെ മാത്രം ആമസോൺ കാടുകൾക്കകത്ത് വെച്ച് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏവരെയും വിഷമത്തിലാക്കി. ആമസോൺ മഴക്കാടിനകത്തെ കഠിനമായ 40 ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മാഗ്ഡലീന വീട്ടിലില്ലാത്ത സമയങ്ങളിൽ അവളുടെ മൂത്ത മകളായ ലെസ്ലിയാണ് ചെറിയ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് എന്നാണ് അവരുടെ ഗ്രാൻഡ് മദർ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കാട്ടിലകപ്പെട്ടപ്പോഴും ലെസ്ലി തന്റെ സഹോദരങ്ങളെ സംരക്ഷിച്ചത്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയുടെ ധൈര്യം തീർച്ചയായും പ്രശംസയർഹിക്കുന്നു. ട്രൈബൽ ഫാമിലിയിലെ കുട്ടികളായതുകൊണ്ട് തന്നെ കാടിനെപ്പറ്റി ഒരു ധാരണയുണ്ടായിരുന്നതുകൊണ്ടും കാടിനകത്തെ വിഷമുള്ള പഴങ്ങളെ തിരിച്ചറിയാൻ ലെസ്ലിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതും അവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായി. കുട്ടികളെ കണ്ടുപിടിക്കാനായി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത കൊളംബിയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും കൊളംബിയൻ ആർമിയുടെയും ലോക്കൽ ട്രൈബൽ വില്ലേജിലെ യുവാക്കളുടെയും പ്രവർത്തനങ്ങളും തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്നു. ഈ ഫ്ലൈറ്റ് ക്രാഷായി 4 ദിവസങ്ങൾ കഴിഞ്ഞാണ് മാഗ്ഡലീന മരിച്ചത്. അതായത് മാഗ്ഡലീന മരിക്കുന്നതുവരെ ലെസ്ലിയും കുട്ടികളും അവളുടെ അടുത്തു തന്നെയുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ പോലും മാഗ്ഡലീന തന്റെ മക്കളോട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞിരുന്നു. 13 വയസ്സുള്ള ലെസ്ലിയുടെ ഒറ്റ ധൈര്യത്തിലാണ് മറ്റു കുട്ടികളും സർവൈവ് ചെയ്തത്. അമ്മയുടെ മരണശേഷമാണ് ലെസ്ലി തന്റെ സഹോദരങ്ങളുമായി ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ചിൽഡ്രൻ ഓഫ് ദി ജംഗിൾ, ചിൽഡ്രൻ ഓഫ് കൊളംബിയ എന്നൊക്കെയാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്റ്റാവോ പെട്രോ ഈ കുട്ടികളെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. എന്താണ് ഈ സർവൈവൽ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.